യാത്രയിൽ എൻ്റെ ഭാവിയിലെ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് മറ്റൊരു കഥയും കൂടി ആയിരിക്കുകയാണ്. ഫ്ലാഷ് ബാക്ക്. കാണാനില്ല അമ്മക്കുട്ടി, ഞാനെങ്ങനെ കാണാണ്ടായേ? ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നടന്ന അപകടം ഒരിക്കലും വിവരിക്കാൻ പറ്റില്ല. കാരണം എന്താ? എനിക്കിത് ഇഷ്ടമില്ല. എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയൊരു അപകടമാണ് കേട്ടോ. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിതൊക്കെ എങ്ങനെ സർവൈവ് ചെയ്തു കേട്ടോ. പലതും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ്. സത്യം പറയടാ, നീ എവിടെയായിരുന്നു? ഇപ്പൊ ഞാൻ ഒരു വില്ലേജിലാണ്. ഈ വില്ലേജിൽ ഈ കാണുന്ന ഒരാൾക്ക് മാത്രം ഫോണുണ്ട്. അദ്ദേഹത്തിന്റെ ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ. ഈ കാണുന്നതാണ് നമ്മുടെ റിവർ. ഇവിടെയാണ് നമ്മൾ ഇന്നലെ യാത്ര ആരംഭിച്ചത്. ഫ്ലാഷ് ബാക്ക്. എന്നിട്ട് കുറെ നേരം കഴിഞ്ഞ് യാത്ര തുടങ്ങി. വലിയ മഴയായിരുന്നു. മഴ കാരണം പുഴയുടെ ഒഴുക്കും കൂടി. എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. അങ്ങനെ വലിയ വൃക്ഷങ്ങള് ഈ പുഴയുടെ നടുക്കൊക്കെ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പുഴയുടെ ഒഴുക്ക് കാരണം നമുക്ക് പെട്ടെന്ന് അത് ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. നമ്മുടെ റാഫ്റ്റ്, വഞ്ചി എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇടിച്ച് ഈ പുഴയുടെ ഒഴുക്ക് കാരണം വഞ്ചി മറിഞ്ഞ് അടിയിൽ കൂടെ പോകാൻ തുടങ്ങി. ഈ അടിയിൽ കൂടെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിടിച്ചു ആ വലിയ തടിയിൽ പിടിച്ച് കയറി നിന്നു. അത് പൊട്ടി വീണ്. എങ്ങനെ അളിനൊന്നുകൂടി പറഞ്ഞു. ഈ അടിയിൽ കൂടെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിടിച്ചു ആ വലിയ തടിയിൽ പിടിച്ച് കയറി നിന്നു. അത് പൊട്ടി വീണ്. മനോഹരം, ഗംഭീരം. പിന്നെ വേറൊരു വലിയ വൃക്ഷത്തടിയിൽ പിടിച്ച് ഞാൻ കയറി നിന്നു. ഈ സമയം കൊണ്ട് നമ്മുടെ വഞ്ചിയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കളും സാധനങ്ങളും എല്ലാം മറിഞ്ഞ് ഈ സ്ക്യൂസായി അടിയിൽ കൂടെ പോയി മറിഞ്ഞ് അവര് പുഴ എടുത്തോണ്ട് പോയി. ഇത് ശരിക്കും നടന്നാണോ? വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ ഒറ്റയ്ക്കായി. ഞാൻ പുഴയുടെ നടുക്ക് ആ ഒരു വലിയ മരത്തടിയിൽ പിടിച്ചൊറ്റയ്ക്ക് നിന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പുഴയുടെ കൂടെ നമ്മുടെ പൊളിഞ്ഞ ചങ്ങാടവും ഒരു വലിയ മരത്തടിയും കൊണ്ട് അവരുടെ കൂടെ ഒഴുക്കിപ്പോയി. പകച്ചുപോയി എന്റെ ബാല്യം. പോകുമ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഈ പുഴയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ ഈ കാട്ടിലോട്ട് കയറണം. കാട്ടിലോട്ട് കയറിയാൽ 30 അല്ല 40 ദിവസമായാലും ഞാൻ സർവൈവ് ചെയ്യുന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. വീണാൽ പൊടി പോലും കിട്ടില്ലെന്ന് ഓർമ്മ വേണം. രണ്ടും കൽപ്പിച്ചു ഞാൻ കയറിൽ തൂങ്ങി നീ. ഇത്രയും നീന്തൽ എനിക്ക് പേടിയുള്ള ഞാൻ ആ കാട്ടിലോട്ട് പോകുന്നാണ് വിചാരിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല. ഒഴുക്കിന്റെ ഡയറക്ഷനിൽ എതിരെയായിട്ട് കുറച്ച് ചരിഞ്ഞിട്ട് ഞാൻ അങ്ങനെ നീന്തി ഏകദേശം ഒരു 30 സെക്കൻഡോളം മരണവെപ്രാളത്തിൽ നീന്തിയപ്പോൾ ഞാൻ വേറൊരു വലിയ തടിയിൽ കയറി പിടിച്ചു. പിന്നെ അവിടെ നിന്നും വീണ്ടും നീന്തണം. അങ്ങനെ വീണ്ടും നീന്തി ഞാൻ എങ്ങനെയൊക്കെ കരയിലെത്തി. ഭയങ്കരം തന്നെ. ഒന്നും നോക്കിയില്ല. ബോട്ട് എങ്ങോട്ട് സഞ്ചരിച്ച ദിശയിലോട്ട് തന്നെ ഞാൻ കാട്ടിലൂടെ കയറി കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ആക്കി മുൾച്ചെടികൾ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയി. ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഇടയ്ക്കൊരു വാഴമഴ ഉണ്ടായിരുന്നു. ഈ വാഴമരത്തിൽ നിന്ന് കുറേ പഴങ്ങളെല്ലാം പറിച്ച് ഞാൻ കയ്യിൽ വെച്ചു. കാരണം എനിക്കിനി സർവൈവ് ചെയ്യാനുള്ള സംഭവങ്ങൾ വേണമല്ലോ. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ! തള്ളി മുല്ലപ്പെരിയാർ വരെ പൊട്ടിപ്പോ. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചെളിക്കുണ്ടിൽ വീണു. എൻ്റെ വാഴപ്പഴം എല്ലാം പോയി. അങ്ങനെ വിഷമത്തിൽ വീണ്ടും നടന്ന് അങ്ങനെ ഞാൻ വിളിച്ചോണ്ട് പോവാ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇവര് പോയ വഴി ഇവരിങ്ങനെ പുഴയിലോട്ട് പോകുമ്പോൾ ഇവരും വിളിച്ചോണ്ട് പോകുന്ന സമയത്ത് ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ
അവിടെ ഉള്ള ഏതോ ഒരു വില്ലേജിലുള്ള ഒരു വീട്ടിലുള്ള ആളുകൾ കണ്ടു. സ്വാഭാവികം. അങ്ങനെ അവര് തോണി എടുത്തോണ്ട് ഇവരുടെ പുറകെ പോയി ഇവരെ രക്ഷിച്ചു. ഇവരെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിലാക്കി. അപ്പം ഞാൻ ഇങ്ങനെ വിളിച്ചു അങ്ങനെ ഇവിടുന്ന് കേട്ട് അവരും അവരുടെ ബോട്ട് എടുത്തോണ്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി പുഴയിലോട്ട് വന്നു. അങ്ങനെ ഞാൻ കാട്ടിൽ നിന്ന് പുഴയുടെ സൈഡിലോട്ട് വന്നു. അങ്ങനെ അവരെന്നെ രക്ഷിച്ചു. എന്തിനാ കത്തിയെടുക്കുന്നേ? ഇങ്ങനെ അറുത്ത് കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ. ഞാൻ നടക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ, തറയിൽ കൂടെ പട്ടി എഴയുന്നത് പോലെ. കാരണം ഫുള്ള് പുഴയുടെ അടുത്തെത്തിയപ്പോൾ ഫുള്ള് ഇങ്ങനെ മഡ്ഡ താന്ന് പോകുന്നു. അപ്പം എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ഞാൻ കുഴിഞ്ഞങ്ങ് പോവാണ്. അങ്ങനെ പിന്നെ അവരുടെ വീട്ടിലെത്തി ഏകദേശം ഒരു വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് വൈകുന്നേരത്തിന് ശേഷം അവരുടെ ബോട്ടിൽ വഞ്ചിയിൽ തന്നെ നമ്മൾ ഈ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ കൊണ്ടാക്കി. ഈ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് നമ്മൾ ഇന്നലത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്നാണ് എല്ലാം സംഭവിച്ചത്. അന്യായ വിടലായി പോയിട്ടോ. പൊന്നു മോനെ, കേട്ടോടത്തോളം എന്റെ കുട്ടിമാമ റയർ പീസാണ്. റയർ പീസ്.